ആഷ്മി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ആരൊക്കെയാണെന്ന് മിക്കവാറും ഇന്ന് രാത്രി കൊണ്ട് തീരുമാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആഷ്മിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വേറൊരു കാര്യത്തിലേക്കാണ്. ഒരുപക്ഷെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനേക്കാളും എത്രയോ സീനിയറായ ഒരാൾ കൺമുന്നിലിരിക്കുന്നു. അത് നമ്മുടെ രമേശ് ചെന്നിത്തല. എന്നാൽ അതേപോലെ സീനിയറായ ഒരാൾ വലതുഭാഗത്ത് ഇരിപ്പുണ്ട്, പി കെ കുഞ്ഞാലിക്കുട്ടി. ബാക്കിയുള്ളവരെ നമ്മൾ കൂട്ടണ്ട. എന്നാൽ ഇത്രയും സീനിയേഴ്സ് മുന്നിൽ പോകും. എനിക്കൊന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസഭ ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ഓരോ തവണ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിച്ച ഒരാൾ മുന്നിലിരിക്കുക, നിരാശയുടെ കൂടുപൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സാധ്യത കാണുന്നില്ല. ഉറപ്പാണ് ഞാൻ കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഏതെങ്കിലും ബി ഡി സി ഒരു മന്ത്രിയാവാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ ഭരണപരിചയത്തിന്റെ കുറവുണ്ട്, ഒക്കെ ശരിയാണ്. മുന്നിലിരിക്കുന്നവർ വലിയ പരിചയസമ്പന്നരുണ്ട്. ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയായ പര്യാവർത്തി MLA, പര്യാവർത്തി മന്ത്രിയായ MP ആയ അടക്കം രമേശ് ചെന്നിത്തല അടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശനൊപ്പം ഉറപ്പ് ചങ്കോട് ചങ്ക് കട്ടക്കേട്ട എന്ന നിലയ്ക്ക് തന്നെ മന്ത്രിസഭ മുന്നോട്ടേക്ക് പോകാനാണ് സാധ്യത. ഇവിടെ അതിലൊക്കെ പ്രധാനം നമ്മൾ ഈ പോയ കാലത്ത് കണ്ടത്, നമ്മൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ കാലയളവിൽ കണ്ടത്, ആ പ്രചരണ കാലയളവിൽ കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോഡ്കാസ്റ്റുകളിൽ കണ്ടത്, അതിനുശേഷം ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചർച്ചകൾ കണ്ടത്, ഈ കാലത്തോട് സംവദിക്കാനുള്ള വി ഡി സതീശന്റെ അപാരമായൊരു കഴിവും ദൗർഭാഗ്യം എന്ന് പറയട്ടെ രമേശ് ചെന്നിത്തല അടക്കമുള്ള പോയകാലം നിൽക്കുന്ന നേതാക്കളുടെ അതിലെ കഴിവില്ലായ്മയും നമ്മൾ ഈ കാലത്ത് കണ്ടിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഔദാര്യമെന്ന മട്ടിലല്ല. ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ കീഴ്വഴക്കങ്ങളിൽ അവരുടെ സീനിയോറിറ്റി, അവരുടെ ഈ പറഞ്ഞ ബാക്കി മാനദണ്ഡങ്ങൾ, കീഴ്വഴക്കങ്ങളൊക്കെ മറികടക്കാൻ, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളിലൊക്കെ അവൾ ഉറച്ചു നിൽക്കാനായിരുന്നു, സ്റ്റിക്ക് ഓൺ ചെയ്യാനായിരുന്നു ഹൈക്കമാൻഡ് താല്പര്യം. പക്ഷെ അതിനെ മറികടക്കാൻ അത് പൊട്ടിച്ചെറിയാൻ ഹൈക്കമാൻഡ് നിർബന്ധമാക്കിയത് അടിത്തട്ടിൽ വി ഡി സതീശനുള്ള വലിയ ജനകീയ പിന്തുണയും ജനസ്വാധീനം കണ്ടാണ് ഈ പറഞ്ഞ കീഴ്വഴക്കങ്ങളെ അട്ടിമറിക്കാൻ ഹൈക്കമാൻഡ് പോലും തയ്യാറായത്. ആ അർത്ഥത്തിൽ വി ഡി സതീശൻ ഈ കാലത്തോട് ശരിയാവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവരുടെ ഭാഷയിൽ ശരിയാവണ്ണം സംവദിക്കുന്ന, കാലത്തിന്റെ വെല്ലുവിളികൾ എന്തെന്ന് കൃത്യമായി സെൻസ് ചെയ്യാൻ കഴിവുള്ള, അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ എന്ന് വളരെ കൺവിൻസിംഗ് ആയി പറയാൻ കഴിവുള്ള ഒരു നേതാവാണ്. ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ നേതാക്കളെക്കാൾ ഒരുപടി മുന്നിൽ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഇതൊക്കെ പ്രാക്ടിക്കലാക്കുന്ന, ഇതൊക്കെ ഭരണത്തിലേക്ക് വരുന്നതൊക്കെ അത് മറ്റൊരു കാര്യം. പക്ഷേ നോക്കൂ, ഈ പോയ 5 വർഷങ്ങളിൽ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിൽ കാര്യമായ കാതലായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിച്ച വർഷങ്ങളായിരുന്നു. ഈ പറയുന്ന മാരകമായ വർഗീയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഡിവൈഡഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്ന പല കൊടിയ വർഗീയ പ്രസ്ഥാനം ഒക്കെ നടന്ന ഒരു കാലമാണ്. ആ കാലത്ത് മതേതരത്വം എന്ന് പറയുന്നത് ഈ നാടിന്റെ ചങ്കാണ്. അതിനേതെങ്കിലും തരത്തിൽ പോറൽ പോലും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം നടത്തി വന്നൊരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് ആയിരുന്നു ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അക്കാര്യത്തിലടക്കം പ്രാക്ടിക്കൽ വശത്തിൽ ആ പ്രവണതയെ, അതിനെ മുളയിലേ നുള്ളിക്കൊണ്ട് ആ പ്രവണതയടക്കം ചെയ്യാൻ കഴിയുന്ന ആക്ഷൻ ടേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തുണ്ടാവുന്നു എന്ന കാര്യം അടക്കം ചോദ്യത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഈ പറയുന്ന പ്രവർത്തന മികവിനൊക്കെ അപ്പുറം ഈ കാലത്തോട് സംവദിക്കാൻ കഴിവുള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ ശുഭപ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.